നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത് ഖിൽജി രാജവംശത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഖിൽജി രാജവംശത്തെക്കുറിച്ച് പറയുമ്പോൾ 1290 മുതൽ 1320 വരെയാണ് ഖിൽജി രാജവംശം. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു. നമുക്ക് 1206 മുതൽ 1290 വരെ അടിമ രാജവംശമായിരുന്നു. അടിമ രാജവംശത്തിലെ കൈക്കോബാദിനെ വധിച്ചുകൊണ്ടാണ് ഖിൽജി രാജവംശത്തിൻ്റെ ജലാലുദ്ദീൻ ഖിൽജി രാജാവായിട്ട് അതിൻ്റെ സ്ഥാപകനായിട്ട് വന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഖിൽജി രാജവംശത്തെക്കുറിച്ചാണ്. അതിൻ്റെ കാലഘട്ടം 1290 മുതൽ 1320 വരെയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഖിൽജി രാജവംശത്തിൻ്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിയാണ്. അപ്പോൾ ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ അതിൽ പ്രധാന ഭരണാധികാരികളായിട്ട് വരുന്നത് ജലാലുദ്ദീൻ ഖിൽജിയും അലാവുദ്ദീൻ ഖിൽജിയും മുബാറക് ഷാ എന്നിവരൊക്കെയാണ്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നമ്മുടെ സ്ഥാപകനായിട്ടുള്ള ജലാലുദ്ദീൻ ഖിൽജിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1290 മുതൽ 1296 വരെ ഉണ്ടായിരുന്നുള്ളൂ. വെറും ഒരു 6 വർഷം മാത്രമേ ജലാലുദ്ദീൻ ഖിൽജി ഭരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ് ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകനായിരുന്നു എന്ന് ഓർത്തിരിക്കുക. അടിമ വംശത്തിലെ അവസാനത്തെ സുൽത്താനായിട്ടുള്ള കൈക്കോബാദ്. ആരായിരുന്നു കൈക്കോബാദ് എന്ന് പറയുന്നത്? നമ്മുടെ ബാൽബണിൻ്റെ പൗത്രനായിട്ടുള്ള കൈക്കോബാദിനെ വധിച്ചുകൊണ്ടാണ് ജലാലുദ്ദീൻ ഖിൽജി വന്നിട്ടുണ്ടായിരുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. വളരെ ദയാലുവായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ഓർത്തിരിക്കുക. പക്ഷേ ഈ ജലാലുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? 1296 സ്വന്തം മരുമകനായിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയാണ് എന്ത് ചെയ്തത്? വധിക്കപ്പെട്ടു. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയിൽ വധിക്കപ്പെട്ട് പിന്നെ അടുത്ത രാജാവായിട്ട് ആര് വന്നു? അലാവുദ്ദീൻ ഖിൽജി വന്നു ഓർത്തിരിക്കുക. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജിയെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കാനും മാത്രം പോയിന്റ്സ് ഒന്നുമില്ല. ആകെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്താണ്? ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകനായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി എന്ന് ഓർത്തിരിക്കുക. പിന്നെ എന്തായിരുന്നു? വളരെ ദയാലുവായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ് എന്നുകൂടി ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് അലാവുദ്ദീൻ ഖിൽജിയെ പറ്റിയിട്ടാണ്. അപ്പം അലാവുദ്ദീൻ ഖിൽജി ആക്ച്വലി 1296 മുതൽ 1316 വരെ അത്യാവശ്യം നല്ലൊരു കാലഘട്ടത്തിൽ ആര് ഭരിച്ചിട്ടുണ്ടായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി ഭരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. അദ്ദേഹമാണ് ഖിൽജി വംശത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണെന്ന് ഓർത്തിരിക്കുക. മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തനെന്നും രണ്ടാം അലക്സാണ്ടർ എന്നും വിളിക്കുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പം എന്താണ്? മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ എന്നും രണ്ടാം അലക്സാണ്ടർ എന്ന് വിളിക്കുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണെന്ന് ഓർത്തിരിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ അല്ലെങ്കിൽ രണ്ടാം അലക്സാണ്ടർ എന്ന് പറയുന്നത്? കാര്യം നമുക്ക് ഈ രണ്ട് രാജാക്കന്മാരും അവരുടെ ഭരണകാലഘട്ടം വളരെ നന്നായിട്ട് കൊണ്ടുപോയ രാജാക്കന്മാരാണ്. ബീസ് അവർ കുറച്ചധികം ഫൈറ്റ് ചെയ്തിട്ട് സ്ഥലങ്ങളെല്ലാം വെട്ടിപ്പിടിക്കുന്ന ആൾക്കാരാണ് ഈ സമുദ്രഗുപ്തൻ, അലക്സാണ്ടർ എന്നൊക്കെ പറയുന്നത്. അതേപോലത്തെ ക്യാരക്ടർ തന്നെയായിരുന്നു ആരുടെയും? അലാവുദ്ദീൻ ഖിൽജിയുടെയും. അദ്ദേഹമാണ് സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കാൻ ബെസ്റ്റ് അലാവുദ്ദീൻ ഖിൽജിയായിരുന്നു. വേറൊരു ഡൽഹി സുൽത്താനായിട്ടും അത്രയും നാളും ഭരിച്ചത് നമ്മൾ ദക്ഷിണേന്ത്യ ആക്ച്വലി ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ദക്ഷിണേന്ത്യ ആക്രമിച്ച ഡൽഹി സുൽത്താനും ആര് തന്നെ ആയിരുന്നു? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഡെക്കാൻ പ്രദേശം കീഴടക്കാൻ വേണ്ടി വന്നതും അലാവുദ്ദീൻ ഖിൽജിയാണ്. അവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ ഈ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരു സൈന്യം വേണമല്ലോ. അപ്പോൾ സ്ഥിരമായിട്ടൊരു സൈന്യം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ള ആദ്യത്തെ സുൽത്താനും ആര് തന്നെയായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. മാത്രമല്ല ഈ ഒരു സൈന്യത്തിന് വേണ്ടി അതുവരെ നമുക്കറിയാം ഇക്ത സിസ്റ്റം ആയിരുന്നു. ബിക്കോസ് അവർ പണിയെടുക്കുന്നവർക്ക് പൈസ കൊടുക്കില്ല, പക്ഷെ എന്ത് കൊടുക്കുമായിരുന്നു? ഭൂമി പതിച്ചു കൊടുക്കുന്ന സംഭവമായിരുന്നു ഇക്ത സിസ്റ്റം. അത് വേണ്ടാന്ന് വെച്ചിട്ട് അതിന് പകരം സൈനികർക്ക് പൈസ തന്നെ ശമ്പളമായിട്ട് കൊടുത്തൊരു രാജാവ് കൂടിയായിരുന്നു ആര്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും വെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ സേനാധിപതി നമുക്കറിയണം. അപ്പോൾ സേനാ നായകനായിട്ടുള്ളത് മാലിക് കഫൂർ ആണെന്നും കൂടി ഓർത്തിക്കുക. അപ്പോൾ ആരായിരുന്നു? മാലിക് കഫൂറാണ്. അപ്പോൾ എന്തൊക്കെ ആലോചിച്ചിരിക്കണം? അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടം 1296 മുതൽ 1316 ആണെന്ന് ഓർത്തിരിക്കും. ഖിൽജി രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയാണെന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ എന്നും രണ്ടാം അലക്സാണ്ടർ എന്നാണ് വിളിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. എന്തുകൊണ്ട് വിളിക്കുന്നു? കാര്യം അത് വെട്ടിപ്പിടിക്കുകയായിരുന്നു. ആദ്യമായിട്ട് ദക്ഷിണേന്ത്യ അറ്റാക്ക്
അറ്റാക്ക് ചെയ്തിട്ടുള്ള സുൽത്താനും ഡെക്കാൻ പ്രദേശം കീഴടക്കിയിട്ടുള്ള ആദ്യ ഭരണാധികാരിയും അതോടൊപ്പം തന്നെ എന്തായിരുന്നു ഒരു സ്ഥിരം സൈന്യത്തെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശമ്പളം എന്തായിട്ട് പണമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സേനാനായകൻ എന്ന് പറയുന്ന മാലിക് കഫൂർ ആയിരുന്നു. പിന്നെ അവിടെ വിട്ടുപോയൊരു പോയിന്റ്, അദ്ദേഹം മദ്യലഹരി നിരോധിച്ചു. കാര്യം ഇയാൾ അദ്ദേഹത്തിന് ഒരു സ്ഥിരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സൈന്യവും ആൾക്കാരൊക്കെ വേണം, അത്രയ്ക്കും എക്സലന്റ് ലീഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ മദ്യത്തിൽ അടിമപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും പറ്റാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, മദ്യലഹരി നിരോധിച്ചു എന്ന് കൂടി ഓർത്തിരിക്കുക. ഇതൊക്കെ ആക്ച്വലി അതുകൊണ്ടാണ് എന്നതല്ല, നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഓരോ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അപ്പം നമുക്കറിയാം ഇദ്ദേഹം ദാഖ്, ചെഹ്റ, ഹൂലിയ, ഈ അരിസ് ഈ ബമാലിക് എന്നീ സാധനങ്ങളും കൊണ്ടുപോകുന്നത്. ഈ ദാഖ് വേറൊന്നുമല്ല, കുതിരകളെ എന്ത് ചെയ്യുന്നു, മുദ്ര കുത്തും. അപ്പോൾ ഈ നല്ല നല്ല കുതിരകൾ നോക്കി മുദ്ര കുത്തി വെക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, യുദ്ധത്തിന് പോകുമ്പോഴത്തേക്കും ആ മുദ്ര കുത്തിയ കുതിരകളെ മാത്രം എടുത്തുകൊണ്ടങ്ങ് പോകാം. അപ്പം നല്ല യുദ്ധത്തിന് പറ്റിയ കുതിരകൾ, അപ്പം അങ്ങനെ മുദ്ര കുത്തുന്ന രീതിയാണ് ദാഖ് എന്ന്, ബ്രാൻഡിങ് ഓഫ് ഫോഴ്സസ് ആണ് ഈ ദാഖ് എന്ന് പറഞ്ഞാൽ. അതേപോലെ എന്താണ് സൈനികൻ്റെ ശാരീരികമായിട്ടുള്ള അടയാളങ്ങൾ കൊടുക്കുന്ന എന്ത്, ചെഹ്റ, ഹൂലിയ. അപ്പോൾ കുതിരയെ അടയാളപ്പെടുത്തുന്ന ദാഹെന്നും സൈനികന്മാരെ അടയാളപ്പെടുത്തുന്നത് ചെഹ്റ അല്ലെങ്കിൽ ഹൂലിയ എന്നായിരിക്കും പറയുന്നത്. കാര്യം ഇദ്ദേഹത്തിന് മെയിൻ സാധനം സൈനികമാണല്ലോ. അപ്പോൾ സൈന്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇയാളുടെ മെയിൻ എയിം എന്ന് പറയുന്നുണ്ടാകുന്നത്. പിന്നെ അരിസ് മമാലിക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ എന്താണ് ഈ സൈനികന്മാരെ പരിശീലിപ്പിക്കുന്നതും അതിനെ തിരഞ്ഞെടുപ്പിക്കുന്നതും അതിനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വഹിക്കുന്ന മന്ത്രിയെ വിളിക്കുന്ന പേരാണ് മമാലിക്. ഈ മന്ത്രിമാരുടെ പേര് പഠിക്കുമ്പോഴത്തേക്കും അതൊന്ന് ഓർത്ത് വയ്ക്കുക. കഴിഞ്ഞ ഏതോ ഒരു എക്സാമിന് വന്നിട്ട് ഈ വകുപ്പ് നോക്കിയാൽ ആരാണ്, അപ്പോൾ അതിൽ അങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ. അപ്പോൾ മമാലിക് എന്ന് പറഞ്ഞാൽ സൈനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ആളാണ് മമാലിക് എന്ന് പറയുന്നത്. പിന്നെ ഈ മറ്റുള്ള നാട്ടിലെ പറ്റിയുള്ള ചാരവൃത്തിയൊക്കെ വേണമല്ലോ. അപ്പോൾ ചാരവൃത്തിക്ക് വേണ്ടിയിട്ട് ബരീദുകളും മുൻഹായിസ്, അപ്പോൾ ബരീദുകളും മുൻഹായൻസ് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാരവൃത്തിക്ക് കൊണ്ടുവന്നതാണ് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു അലാവുദ്ദീൻ ഖിൽജിയുടെ മെയിൻ സാധനം ഈ യുദ്ധമായതുകൊണ്ട് തന്നെ കുതിരകളെ മുദ്ര കുത്തുന്നതിന് വേണ്ടി ദാഹെന്നും സൈനികരെ മുദ്ര കുത്തുന്നതിന് വേണ്ടിയിട്ട് ചെഹ്റ അല്ലെങ്കിൽ ഹൂലിയ എന്നും ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് മമാലിക് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്നും അതായത് ഒരു സൈനിക വകുപ്പിൻ്റെ മന്ത്രി ഉണ്ടെന്നും പിന്നെ ചാരവൃത്തിക്ക് വേണ്ടി ബരീദുകളും മുൻഹായിസും ഉണ്ടായെന്നും കൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അലാവുദ്ദീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വന്ന അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ്. ബിക്കോസ് അത് ഉരയ്ക്കുമ്പോഴത്തേക്ക് എന്ത് വരും, അന്ന് പൈസ വരും. അതുകൊണ്ട് തന്നെ ധനകാര്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ ആർക്ക് പറ്റി, നമ്മളുടെ അലാവുദ്ദീൻ ഖിൽജിക്ക് പറ്റി എന്നൊരു കാര്യം ആ പോയിന്റ്. ഇപ്പോൾ ധനകാര്യമായ എന്ത് ആദ്യം ഓർമ്മ വരണം, കമ്പോള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. കമ്പോള പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഈ ബ്ലാക്ക് മാർക്കറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, മീൻസ് കറുത്ത ചന്ത, ആ കാര്യങ്ങളൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ അയാൾ നിർത്തലാക്കി. അപ്പം അങ്ങനെ കമ്പോള പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വകുപ്പായിട്ടുള്ള ദിവാൻ ഇ റിയാസത്ത്, എന്താണ് ദിവാൻ ഇ റിയാസത്ത് കൊണ്ടുവന്നു എന്ന് ഓർത്തിരിക്കുക. അതിനുവേണ്ടി ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഷഹാന ഇ മണ്ടിയും കൊണ്ടുവന്നു എന്ന് ഓർത്തിരിക്കുക. പിന്നെ എന്തായിരുന്നു ഈ നികുതിയൊക്കെ പിടിച്ചെടുക്കാൻ, ടാക്സ് ഒക്കെ വാങ്ങാനായിട്ട് ദിവാൻ ഇ മുസ്തഖ് രാജ് കൊണ്ടുവന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കേണ്ട മമാലിക് എന്ന് പറയുന്നത് സൈനിക മന്ത്രിയാണെന്നുള്ളതും നികുതി പിടിക്കാനുള്ളത് മുസ്തഖ് രാജ് ആണെന്നുള്ളതും ഈ കമ്പോള പരിഷ്കാരങ്ങൾ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥനാണ് ഈ ഷഹാന ഈ മണ്ടിയാണെന്നുള്ളതും അദ്ദേഹം കമ്പോള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം തപാൽ സമ്പ്രദായം പരിഷ്കരിക്കുകയും പിന്നെ കുത്തബ് മിനാറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു പണത്തിന് മുമ്പിൽ കവാടം പോലെ കണ്ടില്ലേ, ഈ കവാടം കൊണ്ടുവന്നത് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയാണെന്ന് ഓർത്തിരിക്കുക. അതിനെ പറയുന്ന പേരാണ് അലൈ ദർവാസ. അപ്പോൾ കുത്തബ് മിനാർ നമുക്കറിയാം അടിമ രാജവംശത്തിലെ കുത്ബുദ്ദീൻ ഐബക്കാണ് പണി ഏൽപ്പിക്കാൻ തുടങ്ങിയതെന്നും അതിൻ്റെ പണി തീർത്തത് ഇൽത്തുമിഷ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, അതിൻ്റെ ഫ്രണ്ടിലെ കുഞ്ഞെന്താണ് ഈ ഒരു കവാടം കൊണ്ടുവന്നത് ആരാണ്, അലൈ ദർവാസ കൊണ്ടുവന്നത് ആരായിരുന്നു, അലാവുദ്ദീൻ ഖിൽജിയാണ്. അലൈ ദർവാസ കൊണ്ടുവന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ് ഓർത്തിരിക്കുക. അത് മാത്രമല്ല ഈ സിരി കോട്ട, ജമാഅത്ത് ഖാന പള്ളി, പിന്നെ ഈ 1000 പില്ലേഴ്സ് ഓഫ് പാലസ് ആയിട്ടുള്ള ഹസാർ സുത്തുൻ, ഈ താഴെക്കാണ് ഈ പടമുള്ള അത്, അതുപോലെ തന്നെ ഹൗസ് ഖാസ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന ആരാണ്, നമ്മളുടെ
ഇതെല്ലാം കൊണ്ടുവന്നത് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്, തപാൽ സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നിട്ടുള്ള മോണുമെന്റ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന്, കുത്തബ് മിനാറിന്റെ ഫ്രണ്ടിലുള്ള അലൈ ദർവാസ, സിരി ഫോർട്ട് കൊണ്ടുവന്നു, നമ്മുടെ പാലസ് ഓഫ് 1000 പില്ലേഴ്സ് ആയിട്ടുള്ള ഹസാർ സുത്തൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ജമാഅത്ത് ഖാന പള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഹൗസ് ഖാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അലാവുദ്ദീൻ ഖിൽജിയെ പറ്റിയിട്ട് ഓർക്കാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് ഓക്കെ. അപ്പോൾ ഇനി ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, അലാവുദ്ദീൻ ഖിൽജി 1303 ചിത്തൂർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കണം. 1303 അദ്ദേഹം ചിത്തൂർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നടന്നിട്ടുള്ള യുദ്ധങ്ങളൊന്നും പഠിക്കാതെ എന്തുകൊണ്ട് ചിത്തൂർ ആക്രമിച്ചു? അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് ഒരു സംശയം വേണ്ട, അത് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാകും. എന്തുകൊണ്ട്? കാര്യം, ചിത്തൂരിൻ്റെ രാജാവായിരുന്നു ഗുഹീല രാജവംശത്തിലുള്ള രത്തൻ സിംഗ് എന്ന് പറയുന്നത്. ഈ രത്തൻ സിംഗിനെ അദ്ദേഹം കീഴ്പ്പെടുത്തിയിട്ട് അദ്ദേഹം ചിത്തൂർ കൈവശപ്പെടുക ശ്രമിച്ചു. അതിനു വേണ്ടി ഒരു കഥയുണ്ട്, അതാണ് പത്മാവത് എന്ന് പറയുന്നത്. അത് എഴുതിയത് സൂഫി കവിയായിട്ടുള്ള മമാലിക് മുഹമ്മദ് ജായൻസി ആണ്. പക്ഷെ പത്മാവത് ഈ ഒരു യുദ്ധമൊക്കെ നടന്നിട്ട് 200 വർഷങ്ങൾക്ക് ശേഷം ആണ് എഴുതുക. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമാണ് എന്നൊരു കാര്യത്തിൽ ഡൗട്ട് ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ സൂഫി കവിയായിട്ടുള്ള മമാലിക് മുഹമ്മദ് ജായസി ആണ് ഈ പത്മാവത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പത്മാവത് കഥ അനുസരിച്ചിട്ട് ഈ രത്തൻ സിംഗ് എന്ന് പറയുന്ന ഈ രാജാവിൻ്റെ ഭാര്യയായിരുന്നു, രാജ്ഞിയായിരുന്നു രാജ്ഞി പത്മാവതി എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്ഞി പത്മാവതിയുടെ സൗന്ദര്യം കണ്ട് അവരുടെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രത്തൻ സിംഗിനെ ഈ അലാവുദ്ദീൻ ഖിൽജി ആക്രമിച്ചത് എന്നൊരു കിംവദന്തി കൂടിയുണ്ട്. ഇത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ രത്തൻ സിംഗ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ റാണി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജൗഹർ എന്ന് പറയുമ്പോഴത്തേക്കും പത്നിയും പിന്നെ മറ്റുള്ള സ്ത്രീകളെല്ലാം കൂടെ തീയിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു. അതാണ് ഈ ജൗഹർ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു സൂഫി കവിയായിട്ടുള്ള മാലിക് മുഹമ്മദ് ജായൻസിയുടെ പത്മാവത് പറയുന്നത്. ഇത് ഓർക്കാൻ എളുപ്പ വഴി വേറൊന്നുമല്ല. ഇതാണ് സഞ്ജയ് ലീല ബൻസാലിയുടെ പത്മാവത് സിനിമ. 2018 പത്മാവത് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ റാണി പത്മാവതി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ദീപിക പദുക്കോണായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന രൺവീർ സിംഗ് ആയിരുന്നു. പിന്നെ ഷാഹിദ് കപൂർ അഭിനയിച്ചത് മഹാറാവൽ രത്തൻ സിംഗിൻ്റെ നമ്മുടെ രാജാവിൻ്റെ വേഷവുമായിരുന്നു ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യം അലാവുദ്ദീൻ ഖിൽജിയുടെ പടം കൊടുത്തപ്പോഴത്തേക്ക് ആദ്യമേ ഈ നമ്മുടെ രൺവീർ സിംഗിൻ്റെ പടം കൊടുക്കാൻ കാരണം ഈ ഒരു സിനിമയിൽ അലാവുദ്ദീൻ ഖിൽജിയായിട്ട് അഭിനയിച്ച രൺവീർ സിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ ഓർത്തിരിക്കുക. പത്മാവത് സിനിമ എന്തിനാ ബേസിട്ടായിരുന്നു? നമ്മുടെ ചിത്തോർ ആക്രമണം 1303 രത്തൻ സിംഗിന് വേണ്ടിയിട്ടായിരുന്നു. പത്മാവതി റാണിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഓർത്തിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, അത് ആ പോയിന്റ് ഓർത്തിരിക്കുക, കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓർക്കേണ്ട മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനിക ജനറൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു. സേനാധിപതി ആരായിരുന്നു? മാലിക് കഫൂർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു അലക്സാണ്ടർ ആവാനും ഈ സമുദ്രഗുപ്തൻ ആവാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹെൽപ്പ് ചെയ്ത സേനാധിപതി മാലിക് കഫൂർ ആണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യമായിട്ടൊരു തെക്കേ ഇന്ത്യൻ പ്രദേശമായിട്ട് ദേവഗിരി കീഴ്പ്പെടുത്താൻ സഹായിച്ചത് ആരായിരുന്നു? ഈ മാലിക് കഫൂർ ആണ്. അപ്പോൾ തെക്കേ ഇന്ത്യൻ പ്രദേശമായിട്ട് എന്ത് കീഴ്പ്പെടുത്തി? ദേവഗിരി കീഴ്പ്പെടുത്തി. ദേവഗിരി എന്ന് പറഞ്ഞ സ്ഥലം ഓർത്ത് വെച്ചു. ഇനി പോകുമ്പോൾ ആവശ്യം വരും. ദേവഗിരി എന്താണ്? ആദ്യ തെക്കേ ഇന്ത്യൻ പ്രദേശമാണ് ഏത്? ദേവഗിരി എന്ന് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്തു? ഈ മാലിക് കഫൂർ സ്വന്തം രാജാവായിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിനെ വധിച്ചിട്ട് എന്ത് ചെയ്തു? രാജാവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ രാജാക്കന്മാരൊക്കെ ഇവിടെ വന്നും പോയിട്ടൊക്കെ നമുക്ക് അവരെ പറ്റി പഠിക്കാനില്ല. ആകെ അറിയേണ്ട ഒരു കാര്യം, പിന്നെ വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് മുബാറക് ഷാ. ഈ കമ്പോള പരിഷ്കരണം നിർത്തലാക്കിയത് മുബാറക് ഷാ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം എന്താണ്? പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് മുബാറക് ഷാ എന്ന് പറയുന്നത്. കമ്പോള പരിഷ്കരണം നിർത്തലാക്കിയത് മുബാറക് ഷാ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനിയുള്ളത്, പിന്നീട് ഈ മുബാറക് ഷായിനെ വധിച്ചുകൊണ്ടാണ് ഖുസുർ ഖാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഖുസുർ ഖാനെ വധിച്ചുകൊണ്ടാണ് ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക് വന്ന പേരിപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ ഏത് രാജവംശം വന്നു? തുഗ്ലക് രാജവംശം വന്നു. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അലാവുദ്ദീൻ ഖിൽജിനെ വധിച്ചുകൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സേനാധിപതിയായിട്ടുള്ള മാലിക് കഫൂർ വന്നു. പിന്നെ അതിലെ പ്രധാനപ്പെട്ട വേറൊരു രാജാവെന്ന് പറയുന്നത് ആരായിരുന്നു? മുബാറക് ഷാ ആയിരുന്നു. കമ്പോള പരിഷ്കാരം നിർത്തലാക്കിയ മുബാറക് ഷായാണ്. മുബാറക് ഷാനെ ഖുസുർ ഖാൻ വധിച്ചു. ഈ ഖുസുർ ഖാനെ വധിച്ചുകൊണ്ടാണ് അടുത്ത വംശം വന്നു. ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്. നമുക്ക് അടുത്ത വംശം ആരെ പറ്റി പഠിക്കണം? തുഗ്ലക് വംശത്തെ പറ്റി നമുക്ക് പഠിക്കണം. അപ്പോൾ ഖിൽജി വംശത്തെ പറ്റി പഠിക്കുമ്പോൾ മെയിൻ നമുക്കറിയാം ആരായിരുന്നു നമ്മുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്?
ജലാലുദ്ദീൻ ഖിൽജി ആയിരുന്നു നമ്മുടെ സ്ഥാപകൻ. അദ്ദേഹത്തെ പറ്റി വേറൊന്നും പഠിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജി തന്നെ അദ്ദേഹത്തെ വധിച്ചുകൊണ്ട് അലാവുദ്ദീൻ ഖിൽജി അടുത്ത രാജാവായിട്ട് വന്നു എന്ന് പഠിക്കണം. പക്ഷെ അലാവുദ്ദീൻ ഖിൽജിയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന്, ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് സമുദ്രഗുപ്തൻ എന്നും, അതായത് മുസ്ലിം ഇന്ത്യയിൽ സമുദ്രഗുപ്തൻ എന്നും രണ്ടാം അലക്സാണ്ടർ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുന്നത്. ആൻഡ് അതെന്തുകൊണ്ട് വിളിക്കുന്നു കാര്യം, അദ്ദേഹം ആദ്യമായി മീൻസ് വെട്ടിപ്പിടിക്കാൻ ഭയങ്കര ആക്രാന്തമായതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ ആദ്യമായിട്ട് ആക്രമിച്ച ഡൽഹി സുൽത്താനായിരുന്നു. ഡെക്കാൻ പ്രദേശം ആദ്യമായിട്ട് കീഴടക്കിയ ഭരണാധികാരായിരുന്നു. ഒരു സ്ഥിരമായിട്ടുള്ള സൈന്യത്തെ മെയിൻറ്റെയിൻ ചെയ്ത ഒരാളായിരുന്നു. സൈനിക കാര്യങ്ങളൊക്കെ പറയണം. സ്ഥിരമായിട്ടുള്ള സൈന്യത്തെ മെയിൻറ്റെയിൻ ചെയ്ത ഒരാളായിരുന്നു. സൈനികർക്ക് ഇക്താ സിസ്റ്റം അവസാനിപ്പിച്ചുകൊണ്ട് പണം ശമ്പളമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. മദ്യം അതുപോലെ ലഹരിയെല്ലാം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സേനാധിപതിയായിരുന്നു ആര്, മാലിക് കഫൂർ എന്ന് പറഞ്ഞത്. പിന്നീട് അയാളെ കൊന്നിട്ട് രാജാവായിട്ട് വന്ന വേറൊരു കാര്യം. പിന്നെ അദ്ദേഹം ദാഹ് സിസ്റ്റം, ചെഹറ അല്ലെങ്കിൽ ഹൂലിയ സിസ്റ്റം, മമാലിക് എന്ന് പറയുന്ന ഒരു മന്ത്രിനെയൊക്കെ വെച്ച്. ആരാണ് ഈ ദാഹ്? കുതിരയെ അടയാളപ്പെടുത്തുന്നതാണ് ദാഹ് എന്ന് പറയുന്നത്. ചെഹറ അല്ലെങ്കിൽ ഹൂലിയ സൈനികരെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ഹൂലിയ എന്ന് പറയുന്നത്. ഈ സൈനികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സൈനിക തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും അത് പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രിയാണ് മമാലിക് എന്ന് പറയുന്നത്. പിന്നെ ചാരവൃത്തിക്ക് വേണ്ടിയിട്ട് ബരീദുകളും മുൻ ഇഹാസുകളും ഉണ്ടായിരുന്നു ഓർത്തിരിക്കുക. പിന്നെ എന്താണ് ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ അദ്ദേഹം എന്താണ് ധനപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് അതിൽ മെയിൻ സാധനമാണ് കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എന്ത് കൊണ്ടുവന്നു, ദിവാനി റിയാസത്ത് കൊണ്ടുവന്നു. ഉദ്യോഗസ്ഥനായിട്ടുള്ള ഷഹാനായി മണ്ഡി കൊണ്ടുവന്നു. പിന്നെ എന്തായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ നികുതി പിരിച്ചെടുക്കാനായിട്ട് മുസ്തഖ് രാജ്. മമാലിക് വന്നിട്ട് സൈനികമായിട്ടുള്ള ഒരു മന്ത്രിയാണെന്നുള്ളതും മുസ്തഖ് രാജ് എന്ന് പറയുന്നത് നികുതി പിരിക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ളതും റിയാസത്ത് എന്ന് പറയുന്നത് നികുതിക്ക് വേണ്ടിയിട്ട് മീൻസ് ആ ഡിപ്പാർട്ട്മെന്റ്, ആ ധനകാര്യമായ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മോണുമെന്റ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ നേരത്തെ അദ്ദേഹത്തിന്റെ മുൻ രാജവംശമായിട്ടുള്ള അടിമാ രാജവംശക്കാരുടെ മെയിൻ സാധനമായിട്ടുള്ള കുത്തബ് മിനാറിന്റെ ദർവാസ ആയിട്ടുള്ള എന്താണ് കവാടമായിട്ടുള്ള അലൈ ദർവാസ ഉണ്ടാക്കി, സിരി ഫോർട്ട് ഉണ്ടാക്കി, ജമാഅത്ത് ഖാന പള്ളി ഉണ്ടാക്കി, പിന്നെ പാലസ് ഓഫ് 1000 പില്ലേഴ്സ് ആയിട്ടുള്ള ഹസാർ സുദൻ ഉണ്ടാക്കി, പിന്നെ എന്താ ഹൗസ് ഖാസും ഉണ്ടാക്കി എന്ന് ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ നമുക്ക് അലാവുദ്ദീൻ ഖിൽജി പറയുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ നമ്മുടെ മറ്റേ ആയിരുന്നു നമ്മുടെ രൺവീർ സിംഗ് ആണോ. എന്തുകൊണ്ട് പത്മാവത് സിനിമ 1303 ചിത്തോർ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. രത്തൻ സിംഗ് ഏത് രാജവംശമായിരുന്നു, ഗുഹില രാജവംശം രത്തൻ സിംഗിനെ ആക്രമിച്ചു എന്നുകൂടി ഓർത്തിരിക്കും. ഇതിനെ പറ്റിയിട്ട് എന്ത് ചെയ്തു, 200 വർഷങ്ങൾക്ക് ശേഷം 1540 സൂഫി സന്യാസിയായിട്ടുള്ള മമാലിക് മുഹമ്മദ് ജായസി പത്മാവത് എന്ന് പറയുന്ന ഒരു കാവ്യം, ഒരു ഇതിഹാസ കാവ്യം എഴുതി എന്ന് ഓർത്തിരിക്കുക. വെറുതെ അറിഞ്ഞിരിക്കുക. സഞ്ജയ് ലീല ബൻസാരിയുടെ ചിത്രം ഓർത്തിരിക്കുക. പിന്നെ എന്താണ് ഇതിൻ്റെ സേനാധിപതിയായിട്ടുള്ള മാലിക് കഫൂർ അലാവുദ്ദീൻ ഖിൽജിനെ വധിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാനത്തിലേക്ക് വന്നു എന്നുള്ളതും. പിന്നീട് എന്തായിരുന്നു ദേവഗിരി ആയിട്ടുള്ള തെക്കേറ്റ പ്രദേശം പിടിച്ചെടുത്തു. ദേവഗിരി ഓർത്തു വെച്ച് പഠിച്ചതെന്ന് ഓർത്തിരിക്കുക. പിന്നെ കുറേ രാജാക്കന്മാർ വന്നിട്ട് പോയിട്ട് പ്രധാന രാജാവായിട്ടുള്ളത് ആരായിരുന്നു, മുബാറക് ഷാ ആയിരുന്നു. മുബാറക് ഷാനെ വധിച്ചുകൊണ്ട് ഖുസർഖാൻ വന്നു എന്നുള്ളൂ. ഖുസർഖാനായിരുന്നു അവസാനത്തെ രാജാവെന്നും. അദ്ദേഹത്തെ വധിച്ചുകൊണ്ട് ആര് വന്നു, ഗിയാസുദ്ദീൻ തുഗ്ലക് വന്നു. അങ്ങനെ ഏത് രാജവംശം വന്നു, തുഗ്ലക് രാജവംശം വന്നു എന്നും കൂടി പഠിച്ചിരിക്കും. അപ്പം അടുത്ത് നമുക്ക് ഏത് രാജവംശത്തെ പറ്റി പഠിക്കാം, തുഗ്ലക് രാജവംശത്തെ പറ്റി പഠിക്കാം.